ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഫോക്സ്റ്റൈൽ എന്ന ബ്രാൻഡിൻ്റെ ഓവർനൈറ്റ് ഗ്ലോ മാസ്കിനെ കുറിച്ചിട്ടാണ്. മുൻപേ ഈ ഒരു ഫോക്സ്റ്റൈലിൻ്റെ തന്നെ സ്കിൻ റേഡിയൻസ് മാസ്കിനെ കുറിച്ചിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. പിന്നെ ഈ ഓവർനൈറ്റ് ഗ്ലോ മാസ്കിൻ്റെ പ്രൈസ് വരുന്നത് 30 ml 595 ആണ്. എനിക്ക് കിട്ടിയിട്ടുള്ളത് 386 പിന്നെ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലിവോൺ മാസ്ക് ആണ്. നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കഴുകി കളയേണ്ട ആവശ്യമില്ല. മാസ്ക് എന്ന് കേൾക്കുമ്പോൾ കഴുകി കളയണോ എന്നുള്ളൊരു ഡൗട്ട് വരാം. വേണ്ട, ഇതൊരു ലിവോൺ ഫോർമുലയാണ്. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ സ്കിന്നെ ജെന്റ്ലി എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നുണ്ട്, സ്കിന്നെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്, ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വൈറ്റ് ഹെഡ്സ് റെഡ്യൂസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സ്കിന്ന് ബ്രൈറ്റൻ ആകാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്കിൻ ടെക്സ്ചർ അൺഈവൻ ആയിട്ടിരിക്കുന്ന സ്കിൻ ടെക്സ്ചറൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പോഴ്സ് മിനിമൈസ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൽ വരുന്ന ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തേത് 4% ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. ഇതാണ് നമ്മുടെ സ്കിന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഡെഡ് സ്കിൻസ് എല്ലാം റിമൂവ് ചെയ്ത് സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ലാക്റ്റിക് ആസിഡ് ആണ്. നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യുന്നത് ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതേപോലെ തന്നെ പോഴ്സ് അൺക്ലോഗ് ചെയ്യുന്നതിനും പോഴ്സിൻ്റെ അപ്പിയറൻസ് മിനിമൈസ് ചെയ്യുന്നതിനൊക്കെ ഈ ഒരു ലാക്റ്റിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് പ്രോ വൈറ്റമിൻ B5 ആണ്. ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് 1% മാൻഡലിക് ആസിഡ് ആണ്. ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ആകുന്നതിനും ആക്നെ മാർക്സ് ഫേഡ് ചെയ്യുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ബോട്ടിലിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാനും വളരെ ഈസിയാണ്. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജെൽ കൺസിസ്റ്റൻസിയാണ് വരുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ സ്റ്റിക്കി ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് നോൺ സ്റ്റിക്കി അല്ല, ചെറിയ രീതിയിൽ സ്റ്റിക്കിയാണ്. പിന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചതുകൊണ്ട് റെഡ്നെസ്, ഇറിറ്റേഷൻസ് ഇതൊന്നും ഉണ്ടാകുന്നില്ല എന്ന് എടുത്ത് പറയുന്നുണ്ട്. യൂസ് ചെയ്തിട്ട് എനിക്കും അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. എല്ലാ സ്കിൻ ടൈപ്സിനും സ്യൂട്ടബിൾ ആണ്. നോർമൽ, ഡ്രൈ, ഓയിലി ഓർ കോമ്പിനേഷൻ, സെൻസിറ്റീവ്, ആക്നെ പ്രോൺ സ്കിൻ. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് വീഗൻ ആണ്, പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, ക്രുവൽറ്റി ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം. ആദ്യം നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഗ്ലോ മാസ്ക് ഉപയോഗിക്കുക. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് അബ്സോർബ് ആയതിനു ശേഷം മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ 2-3 വട്ടം മാത്രം ഉപയോഗിച്ചാൽ മതി. 2 വട്ടം ആയാലും കുഴപ്പമൊന്നുമില്ല. ഒരു 2 to 3 പമ്പ് എടുക്കുക. നമ്മുടെ ഫേസിലേക്ക് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. കൂടുതൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നൈറ്റിലാണ് ഉപയോഗിക്കേണ്ടത്. അടുത്ത ദിവസം സൺസ്ക്രീൻ ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത്. സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ടാൻ ഏൽക്കും, പ്രത്യേകിച്ച് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ഡേ. ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.